പാലക്കാട് ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി ചിന്താമരയെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കോടതിയിലേക്ക് എത്തിക്കുന്നത്. ജനരോഷം ഇരമ്പാനുള്ള സാധ്യതയുണ്ട്, ചിന്താമരയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് ബന്ദോബസ്തിലാണ് ചിന്താമരയെ എത്തിക്കുന്നത്. പാലക്കാട്ട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം വൈദ്യപരിശോധന നടത്തും. അത് കഴിഞ്ഞായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. തെളിവെടുപ്പ് നടക്കുന്ന ആ മേഖലയിൽ ബോയൻ നഗറിലും പോത്തുണ്ടിയിലുമൊക്കെ ഇപ്പോൾ തന്നെ കനത്ത പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രതിയെ പിടികൂടിയ ദിവസത്തെ ദൃശ്യങ്ങൾ കേരളം മറന്നിട്ടില്ല. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം സമരമാണ് അവിടെ കണ്ടത്. കാരണം ഈ ചിന്താമരയ്ക്കെതിരെ കൊല്ലപ്പെട്ട സുധാകരനും മകളും മാത്രമല്ല പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതി നൽകിയത്. അവിടെയുള്ള പ്രദേശവാസികൾ ഒന്നടങ്കം എഴുതി ഒപ്പിട്ട ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. പക്ഷേ എന്നിട്ടും പോലീസ് സ്റ്റേഷന് പുറത്ത് മാത്രം നിർത്തി ഒരു താക്കീത് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു ചിന്താമരയെ. സ്വാഭാവികമായും ചിന്താമരയ്ക്കെതിരെ വലിയ ജനകീയ രോഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പാടാക്കുന്നുണ്ട്. ഓരോ വീടിന് മുന്നിലും ഓരോ പോലീസുകാരൻ എന്ന നിലയിൽ വിന്യാസം ആ ഭാഗത്തുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞായിരിക്കും തെളിവെടുപ്പ്. ഗോകുൽ, ശാന്തമാണോ അവിടെ പരിസരം? വലിയ പോലീസ് സുരക്ഷയിലാണ് ചിന്താമരെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് അവിടുത്തെ സ്ഥിതി? ഇപ്പോൾ ആലത്തൂർ കോടതിയിൽ അല്ലെങ്കിൽ സ്ഥിതി ശാന്തമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ചിന്താമരയെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അന്ന് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹത്തോടുകൂടിയാണ് ചിന്താമരയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം തന്നെ പ്രത്യേക സുരക്ഷാ സംവിധാനം ഈ പറയുന്ന പോത്തുണ്ടിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോയൻ കോളനി മുതൽ പോത്തുണ്ടി വരെ ഏകദേശം കിലോമീറ്ററുകളോളം പോലീസിൻ്റെ വിന്യാസമുണ്ട്. 375-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 4 DYSPമാരുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ഏകദേശം 13 CIമാരുടെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഒരു വലിയ പോലീസ് സന്നാഹം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാരെ എത്തിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു സുരക്ഷാ വിന്യാസം അവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്രമാത്രം വലിയ കനത്ത സുരക്ഷയിലാണ് ഈ തെളിവെടുപ്പ് നടക്കുക. ഇപ്പോൾ ചിന്താമര ഏതായാലും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചിന്താമരയുടെ കേസ് വിളിക്കും. അതിനുശേഷം 3 ദിവസമാണ് കസ്റ്റഡി അപേക്ഷിക്കുക. എത്ര ദിവസമാണ് കിട്ടുക എന്നുള്ളതിൽ വ്യക്തതയില്ല. 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കസ്റ്റഡി ആവശ്യപ്പെടും. അതിനുശേഷം നേരെ നെന്മാറയിലേക്ക് എത്തിച്ച് വീടിൻ്റെ അവിടെ എത്തിച്ച് ചിന്താമരയുടെ തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏകദേശം ഒരു 12 മണിക്ക് ശേഷം തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് സാധ്യത. ഈ ആയുധം വാങ്ങിയ കടയിലേക്ക് ഇന്ന് തെളിവെടുപ്പിന് ചിന്താമരയെ കൊണ്ടുപോകില്ല, ഒരുപക്ഷെ നാളെ ആയിരിക്കും. അതല്ലെങ്കിൽ ഈ കടക്കാരനെ വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തുക, ആ തിരിച്ചറിയലടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം നാളെ ആയിരിക്കും ഈ വെട്ടുകത്തി വാങ്ങിയ കടയിൽ തെളിവെടുപ്പ് ഉണ്ടാവുക. ഏതായാലും ഈ വീടിന്റെ പ്രദേശത്തായി ഇന്ന് തന്നെ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നമുക്ക് കാണാം, ഈ കോടതിയിൽ പോലും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ പോലീസ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ആദ്യം വൈദ്യപരിശോധന പൂർത്തിയാക്കും. അത് കഴിഞ്ഞായിരിക്കും ഈ ഇരട്ട കൊലപാതകം നടന്ന സുധാകരന്റെ വീട്ടിലേക്കടക്കം തെളിവെടുപ്പിനായി ചിന്താമരയെ കൊണ്ടുപോവുക. ഈ ആയുധം വാങ്ങിയ കടയിലേക്ക് ഇന്ന് കൊണ്ടുപോകുന്നുണ്ടാവില്ല. ഒരു പക്ഷേ ആ കടയുടെ ഉടമയെ വിളിപ്പിച്ചായിരിക്കും കാര്യങ്ങൾ അന്വേഷിച്ചറിയുക. എന്തായാലും കനത്ത സുരക്ഷയിലാണ് ഈ പറയുന്ന പോത്തുണ്ടി ഭാഗവും ബോയൻ നഗർ ഭാഗത്തൊക്കെ കനത്ത പോലീസ് വിന്യാസം ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം ഇതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിഷേധിച്ച ജനങ്ങൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് പോലീസ്. ഇന്നെന്തായാലും കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യം അവിടെ സമാധാനപരമാണ്, ശാന്തമാണ്. പക്ഷെ തെളിവെടുപ്പിനായി ആ കൊല്ലപ്പെട്ട സുധാകരന്റെ വീട്ടിലേക്കൊക്കെ ചിന്താമരയെ എത്തിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് അതിക്രൂരമായി ഈ പറയുന്ന ചിന്താമര കൊന്നത്. അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭാര്യ തന്നോട് പിണങ്ങിപ്പോകാനുള്ള കാരണം സുധാകരൻ്റെ ഭാര്യയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അതിക്രൂരമായ 3 കൊലപാതകങ്ങൾ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചിന്താമര അവിടെ താമസിക്കുന്നതിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി പരാതി നൽകിയിരുന്നു. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, സുരക്ഷ വേണമെന്ന് സുധാകരനും മകളും അഭ്യർത്ഥിച്ചിരുന്നതാണ്, പരാതി നൽകിയതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒന്നും ചെയ്തില്ല എന്നൊരു ആക്ഷേപം അവിടെയുള്ള നാട്ടുകാർക്കുണ്ട്. കോടതിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോടതിയിലേക്ക് വലിയ പോലീസ് സുരക്ഷയിലാണ് ചിന്താമരയെ എത്തിച്ചത്. 2019 ആദ്യത്തെ കൊലപാതകം. അതിനുശേഷം അറസ്റ്റിലാകുന്നു, പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങുന്നു. അതിനുശേഷം വീണ്ടും 2 പേരെ കൂടി കൊലപ്പെടുത്തുന്നു. ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തി. പോലീസിന്റെ അതീവ ഗൗരവതരമായ ജീവനെടുക്കുന്ന വീഴ്ചയാണ് പാലക്കാട്ട് സംഭവിച്ചത് എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. കൊലപാതകത്തിൽ
ജയിലിലായി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ അയാൾ വീണ്ടും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടും പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ആ കുടുംബത്തിൽ തന്നെ 2 പേരുടെ ജീവൻ കൂടി ചെന്താമര എടുത്തത്.